പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ഹായ്, ഞാൻ ജിത്തിൻ രാജ്. ഈ പാട്ട് മൂളാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. ആ പാട്ടിന്റെ ശബ്ദമാണ് നിങ്ങൾ. തീർച്ചയായും എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം. ഈ പാട്ട് മലയാളികൾ അത്രത്തോളം നെഞ്ചിലേറ്റി അവർ തിരിച്ചു തരുന്ന സ്നേഹം. ആൻഡ് ഫസ്റ്റ് അവരോട് നന്ദി പറയാം, ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന റഹ്മാൻ സാറിനോട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഹ്യൂമങ്കസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കിയ ബ്ലെസ്സി സാറിനോട്, ഗുരുക്കന്മാർ എല്ലാവരോടും നന്ദി പറയണു ആദ്യമായിട്ട്. എല്ലാ ഗായകരുടെയും സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ് റഹ്മാന്റെ സംഗീതത്തിന്റെ ശബ്ദമാകുക എന്നുള്ളത്. അത് ഡെഫിനറ്റ്ലി. പിന്നെ ജിത്തിന് എങ്ങനെയാണ് അത് വന്നു ചേർന്നത്? ഞാൻ ആദ്യമായി റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ പാടാൻ എത്തുന്ന ശ്രീനി സാർ വഴിയാണ്. സോ സിംഗർ ശ്രീനിവാസ് സാർ അവിടെ ഇരിക്കുന്ന സമയത്ത് അവർ ഒരു മലയാളി സിംഗറിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടി, ഈ പാട്ടിൻ്റെ വർക്കിന് വേണ്ടിയിട്ട്. ആൻഡ് അന്ന് രാത്രി ഐ ഹാഡ് ദ ചാൻസ് ടു സിറ്റ് വിത്ത് ദ വൺ ആൻഡ് ഓൺലി AR റഹ്മാൻ സാർ. എന്നിട്ട് ഞാൻ സാറിൻ്റെ കൂടെ 30-40 മിനിറ്റ്സ് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതെൻ്റെ കൂടെ ലൈക്ക് ഫേസ് ടു ഫേസ് ഒറ്റയ്ക്ക്. ലൈക്ക് അതൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ജാം ചെയ്തു. ആൻഡ് സാർ ഇങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറത്തു നിന്നാണ്. അവിടെ റീജിയണൽ മ്യൂസിക് എന്താണ്? അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫേമസ് ആയ റീജിയണൽ മ്യൂസിക് എന്താണെന്ന് ചോദിച്ചു. പെട്ടെന്ന് മാപ്പിളപ്പാട്ടാണ് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളത് ഒരു പാട്ട് പാടി അതിൽ എന്താ പറയുക ജാം ചെയ്തു. അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഹുക്കാണ് ഈ പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്നുള്ളത്. സോ അത് ഫുള്ളി കംപ്ലീറ്റ്ലി വാസ് ഹിസ് ഐഡിയ. അങ്ങനെയെങ്കിൽ ആ മാപ്പിളപ്പാട്ട് ഏതാണെന്ന് കേൾക്കാൻ നമുക്കും ആഗ്രഹമുണ്ട്. പണ്ടവൻ തന്നോടെ ദീനിലുൾക്കൊണ്ട് വെണ്ടുള്ളോരാദരധീരരേ മക്കമണൽ തട്ടിന്റെ കൊക്കെ ഞെട്ടിച്ച അക്കരനലി ഹൈദർ ശൂരരേ. ഇൻഫാക്ട് ഈ പാട്ട് അവസാനിക്കുന്നത് പെരിയോനെ എന്നുള്ളൊരു വേർഡിലാണ്. ആൻഡ് ഈ ആസ്മി റാൻഡംലി അത് കഴിഞ്ഞതിനോട് ചോദിച്ചു ഇങ്ങനെ ദൈവത്തിനെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു റബ്ബേ, അള്ളാഹു, പെരിയോനെ എന്ന് വിളിക്കാം. അങ്ങനെ എനിക്ക് ആസ് മച്ച് ആസ് എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു ആ ഒരു കഥ. ഹി സ്മൈൽഡ് അറ്റ് മീ ആൻഡ് ഹി ടോൾഡ് മീ യു സൗണ്ടഡ് റിയലി ഗുഡ്. സോ അത് ആസ് എ സിംഗർ നമ്മളൊരു ചെറിയ കുട്ടിയെ പോലെ അത്രയ്ക്കും എക്സൈറ്റഡ് ആയി പോകും. അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് അത്രയും വലിയൊരു കമ്പോസർ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ ആൻഡ് ഐ വാസ് സോ ഹാപ്പി. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ. ഈ നജീബിന്റെ പ്രാർത്ഥനയും വിരഹവും ദുഃഖവും ഒക്കെ സന്നിവേശിപ്പിക്കാൻ ജിത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾക്ക് പാടുമ്പോൾ അത്തരം ഒരു ബോധ്യം ഉണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി ഈ പാട്ട് പാടിയതിനു ശേഷമാണ് ഈ ബുക്ക് വായിച്ച് തീർക്കുന്നത്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് അറിയാമായിരുന്നു, ഉള്ളടക്കം ലൈക്ക് എന്താണ്. പിന്നെ ബ്ലെസ്സി സാർ നേരിട്ട് എന്നെ ഒരിക്കൽ വിളിക്കേണ്ടായി. മ്യൂസിക്കലി പാട്ട് എല്ലാം ഐ റിയലി ലൈക്ക് ഇറ്റ്. പക്ഷേ എനിക്ക് ഇനിയും അതിൽ കുറച്ചും കൂടി പെയിൻ വേണമെന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് ഇത് നജീബിൻ്റെ ഒരു സ്ട്രഗിൾ, ആക്ച്വലി ആ ഒരു പെയിനാണ് ഇതിൽ വരേണ്ടതെന്ന് പറഞ്ഞിട്ട്. മ്യൂസിക്കലായിരിക്കണം, എന്നാൽ ആ റോ ഫീലും വേണം. പിന്നെ റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികളും കൂടി ചേർന്നപ്പോൾ ഇറ്റ് വാസ് ഓൾ മാജിക് എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു ഭയങ്കര ബ്രേക്ക് ആയിട്ടുള്ളൊരു പാട്ടാണ് ഈ രജനി മുരുകനിലെ ഓ മേല ഒരു കണ്ണ് നീതായ മുറപ്പൊണ്ണ് ഒന്നോട ഇവ ഒണ്ണ് ഒന്ന മറந்தா വെറും മണ്ണ് இருக்கிறேன் ஒன்னால பறக்கிறேன் தன்னால கிறங்குறேன் നൊരുങ്ങുറേൻ പാര് നാവോ മാപ്പിള. സോ മലയാളികൾക്ക് എന്നെക്കാളും കൂടുതൽ പരിചയം പൂർണ്ണശ്രീ ആയിരിക്കും. പൂർണ്ണശ്രീ ഒരു മ്യൂസീഷ്യനാണ്, ഒരു അടിപൊളി സിംഗറാണ്, ആൻഡ് എൻ്റെ വൈഫാണ്. ലവ് കം അറേഞ്ച്ഡ് ആണ്. പാട്ടിലൂടെയാണ് അറിഞ്ഞത്, പാട്ടിലൂടെ തന്നെയാണ് പ്രണയിച്ചതെന്നും പറയാം. ലൈക്ക് കണ്ടുമുട്ടിയത്. പട്ടു തൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂടു മാത്രം
മതിവൾക്ക് കടവത്തു തോണിയിറങ്ങാം, കരിവള കൈ പിടിക്കാം. അതു കണ്ടുരാവ് പോലും കൊതിച്ചോട്ടെ. ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു അണ്ണാറക്കണ്ണാവ എന്ന് പറയുന്നത്. അപ്പം അതും ബ്ലെസ്സി സാറിൻ്റെ മൂവിയായിരുന്നു. ഇതും ശരിക്കും ഭയങ്കര ഒരു ജിൻചേട്ടൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു ആൾക്കാരിലേക്ക് എത്തിയ ഒരു പാട്ട് ഇത് തന്നെയാണ്. അപ്പം അതും ബ്ലെസ്സി സാറിൻ്റെ മൂവി തന്നെ. അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയി. പൂർണ്ണശ്രീയുടെ അമ്മ ഡോക്ടർ ശ്രീരഞ്ജനി ഹരിദാസ് മ്യൂസിക് ടീച്ചറാണ്. ആൻഡ് അത് അച്ഛൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈന